ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ എല്ലാ പ്രശ്നങ്ങൾക്കും തകർച്ചകൾക്കും രോഗങ്ങൾക്കുമുള്ള ഒരു ഏറ്റവും വലിയ പരിഹാരമാണ് യേശുവിൻ്റെ തിരുരക്തം. ചില രോഗങ്ങളൊക്കെ വരുമ്പോൾ ഒറ്റമൂലി ഔഷധങ്ങൾ കഴിക്കുന്നതും കൊടുക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ യേശുവിൻ്റെ രക്തത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ഹെബ്രായർ 9:14 നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്ര അധികമായി വിശുദ്ധീകരിക്കുകയില്ല. ഹെബ്രായർ 9:14 വചനത്തിൻ്റെ അഭിഷേകം തരണേ എന്ന് പ്രാർത്ഥിക്കുക. ഹെബ്രായർ 9:14 1 യോഹന്നാൻ 1:7 അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. വീണ്ടും എഫെസസ് 1:7 അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. അപ്പോൾ അതാണ് മൂന്നാമത്തെ വചനം. ഹെബ്രായർ 9:14 1 യോഹന്നാൻ 1:7 എഫെസസ് 1:7 അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത്. അതായത് രക്തത്തിൽ എന്തുണ്ട്? ജീവനുണ്ട്. ഒരാളുടെ രക്തം മുഴുവൻ വാർന്നു പോയാൽ അതിൻ്റെ അർത്ഥം അയാൾ മരിച്ചു കഴിഞ്ഞെന്നാണ്. അപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ എന്തുണ്ട്? ദൈവിക ജീവനാണ് അതിൽ പ്രകാശിക്കുന്നത്. യേശുവിൻ്റെ രക്തത്തോട് നമ്മളെ ചേർത്ത് നമ്മുടെ പ്രശ്നം, നമ്മുടെ സങ്കടം, നമ്മുടെ തകർച്ച, നമ്മളെ ഭാരപ്പെടുത്തുന്ന കാര്യം, നമ്മുടെ കടബാധ്യത, നമ്മുടെ ജപ്തി ബാധ്യത, പരിഹാരം കിട്ടാത്ത പ്രശ്നങ്ങൾ, മാറാത്ത രോഗങ്ങൾ, വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ അവസ്ഥകൾ, കേസ്, വക്കീൽ, ജഡ്ജി, പോലീസ്, ഏത് കാര്യമാകട്ടെ, അയൽവാസിയോ പ്രതിയോഗിയോ ശത്രുവോ മിത്രമോ മക്കളോ ബന്ധുക്കൾ ശത്രുക്കളായി മാറിയതോ ആരുമാകട്ടെ, അവരോട് ക്ഷമിച്ച് അനുഗ്രഹിച്ച് ഇതൊരിക്കലും മാറൂല ശരിയാകൂല എന്ന് പറഞ്ഞുകൊണ്ടല്ല, യേശുവിൻ്റെ രക്തം വിശ്വാസത്താൽ തളിച്ച് വിശ്വാസത്താൽ ഈ പ്രശ്നത്തിൻ്റെ മേൽ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ രക്തത്താൽ പരിഹാരം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. മത്തായി സുവിശേഷം 26-28 വാക്യം ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. യേശുവിൻ്റെ രക്തം പാപമോചനത്തിനുള്ളതാണ്. അനേകർക്ക് വേണ്ടി, ജാതിയും മതവും വർണ്ണവും ലിംഗവും ഒന്നുമില്ല, ഈ ലോകം മുഴുവനുള്ള എല്ലാവർക്കും വേണ്ടി, നമ്മളോട് വിരോധമുള്ളവർക്കും, നമ്മളെ വേദനിപ്പിക്കുന്നവർക്കും, നമ്മളെ കളിയാക്കുന്നവരുണ്ട്, കമൻറ്റ് പറയുന്നവരുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, സഹായിക്കുന്നവരുണ്ട്, ഒരു വശം കൊണ്ട് ചിരിച്ച് കാണിച്ചിട്ട് അപ്പുറത്തൂടെ നമുക്കിട്ട് പണി തരുന്നവരുണ്ട്. പക്ഷേ യേശുവിൻ്റെ രക്തം കൊണ്ട് തളിച്ച് പുരട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ പരിഹാരമില്ലാത്ത, മാറ്റമില്ലാത്ത, മാനസാന്തരപ്പെടാത്ത ഒരു കാര്യവുമില്ല. യേശുവിൻ്റെ രക്തമുള്ളിടത്ത് പരിശുദ്ധാത്മാവ് വന്നു നിറയും. അതിൻ്റെ യേശുവിൻ്റെ രക്തം കൊണ്ട് ക്ലെയിം ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുക. ഏറ്റവും വലിയ പാപപരിഹാര ബലിയാണ് യേശുവിൻ്റെ രക്തം. ആ ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ. റോമ 5:9 പറയുന്നുണ്ട്, ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്നും രക്ഷിക്കപ്പെടും എന്നത് തീർച്ചയാണല്ലോ. റോമാലേഖനം 5:9 വാക്യം. അവൻ മൂലം ക്രോധത്തിൽ നിന്നും, പാപമോ ശാപമോ പാരമ്പര്യകടമോ പൈശാചിക പീഡകളോ ശത്രുപീഡകളോ എതിർപ്രാർത്ഥനകളോ ആഭിചാരക്കെട്ടുകളോ ഏതുമാകട്ടെ, പരിഹാരം ഇതാണ്. യേശുവിൻ്റെ രക്തം അവരുടെ മേൽ വിശ്വാസം വഴി തളിച്ച് പുരട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ശക്തി എത്ര വലുതായാലും അത് നിർവീര്യം. ഇന്നുവരെ മാറ്റമില്ലാത്ത അവസ്ഥയായിരിക്കാം. യേശുവിൻ്റെ രക്തം പുരട്ടി തളിച്ച് വിശ്വാസം വഴി ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുക. അതിന് ഏറ്റവും എളുപ്പ വഴിയാണ് യേശുക്രിസ്തുവിൻ്റെ വചനം പ്രഘോഷിക്കുന്നിടത്ത് കടന്നു വരിക, വിശുദ്ധ കുർബാനയിൽ കടന്നു വരിക. വിശുദ്ധ കുർബാന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. അപ്പോൾ യേശുവിൻ്റെ ശരീര രക്തങ്ങളാണ് അവിടെ വണങ്ങപ്പെടുന്നത്. യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകമാണ് അവിടെ നടക്കുന്നത്. യേശുവിൻ്റെ തിരുരക്തത്തെ വിളിച്ച് പാപപരിഹാര ബലിയായി സമർപ്പിച്ച് കൃതജ്ഞതാ ബലിയായി വിടുതലിൻ്റെ അഭിഷേകമായി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടന്നിരിക്കും. ഇതുവരെ എന്തുകൊണ്ടാണ് സംഭവിക്കാഞ്ഞത്? ഹെബ്രായർ 4:2 പറയുന്നുണ്ട്, അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. എന്തുകൊണ്ടാണ്? കാരണം അവർ അതിൽ വിശ്വസിച്ചില്ല. അതുകൊണ്ട് ഇന്ന് തൊട്ട് വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ച് വിശ്വാസത്താൽ യേശുവിൻ്റെ രക്തത്താൽ നിറയപ്പെടുന്നതായിട്ട് കാണുക. ക്യാൻസർ ഇറങ്ങിപ്പോവുക യേശുവേ ഈ നിമിഷം. ക്യാൻസർ, ട്യൂമർ, അൾസർ, മാരക രോഗങ്ങൾ,
നീർക്കെട്ടുകൾ, ഞരമ്പിലെ തടിപ്പുകൾ, ശാരീരികമായ തളർച്ചകൾ, മനപ്പതർച്ചകൾ, ആരുമില്ല എന്നുള്ള തോന്നൽ, എന്ത് ചെയ്തിട്ടും കരകയറാനാവാത്ത അവസ്ഥ, ഈ അവസ്ഥയിലേക്കെല്ലാം തിരുരക്തത്തിൻ്റെ അഭിഷേകം നിറച്ച് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ മനസ്സിന്, ജീവിതത്തിന്, കുടുംബത്തിന് ഉണർവുണ്ടാകട്ടെ, അവരൊരു അനുഗ്രഹമായി മാറട്ടെ. യേശുവിൻ്റെ തിരുരക്തത്തെ വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. അവിശ്വാസികളുടെ മനസ്സുകളെ അങ്ങ് തൊടണമേ, വിശ്വാസികളുടെ ഹൃദയത്തെ അങ്ങ് ഉണർത്തണമേ, അഭിഷേകം നൽകണമേ. യേശുവിൻ്റെ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മകളെ, നീ വേദനയിലാണോ, ദുഃഖത്തിലാണോ, ജീർണതയിലാണോ, രോഗാവസ്ഥയിലാണോ, സഹായിക്കാൻ ആരുമില്ലെന്നുള്ള ചിന്തയാണോ, യേശുവിൻ്റെ രക്തത്തെ വിളിച്ച് വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ യേശുവെ, ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി പാപപരിഹാര ബലിയായിത്തീർന്ന, കുരിശിൽ ബലിയായിത്തീർന്ന യേശുവെ, ഇന്ന് ഈ വചനം വിശ്വസിച്ച് ഏറ്റെടുത്ത് ഇന്നു മുതൽ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, പൂർണ്ണമായ പടിപടിയായ വിടുതൽ, അഭിഷേകം ഞങ്ങളുടെ കുടുംബത്തിൽ, തലമുറകളിൽ, മക്കളിൽ ആയിരിക്കുന്ന അവസ്ഥകളിൽ, ശാരീരിക, മാനസിക, ആത്മീയ മേഖലകളിൽ ഉണ്ടാകട്ടെ. യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടോ പൊട്ടട്ടെ, തിരക്തിൻ്റെ ശക്തി നിറയട്ടെ, ആത്മാവിനാൽ ജ്വലിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവെ, ഞങ്ങളിൽ വന്ന് നിറയണമേ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. പരിശുദ്ധ അമ്മേ, മാതാവേ, യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ നിന്ന അമ്മേ, ദൈവകുമാരൻ്റെ തിരുജനനി, സഹരക്ഷയായ മാതാവേ, അവിടുത്തെ തിരുക്കുമാരൻ്റെ ആ മാധ്യസ്ഥം ഞങ്ങൾക്ക് അമ്മ നേടിത്തരണമേ. അമ്മയുടെ മാധ്യസ്ഥം വഴി ആ തിരുരക്തത്തിൻ്റെ, ഹെബ്രായർ 7:25 വചനത്തിൻ്റെ അഭിഷേകം വഴി ഞങ്ങൾക്ക് വേണ്ടി ഏക മധ്യസ്ഥനായ യേശുക്രിസ്തു വഴി വിടുതലിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നേടിത്തരണമേ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. വിശ്വസിക്കുക. ഇന്ന് തൊട്ട്, ഇപ്പോൾ മുതൽ അത്ഭുതം സംഭവിക്കും. പരാജയം വിജയമായി മാറും, ചവിട്ടുപടിയായി മാറും. പുതിയ വഴികൾ തുറന്നു കിട്ടും. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. തലമുറകൾ ഇതാ അനുഗ്രഹിക്കപ്പെടുകയാണ്. നിങ്ങളുടെ കുടുംബത്തിലുള്ള, മക്കളിലുള്ള തലമുറകളുടെ എല്ലാ ദോഷങ്ങളും യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുകയാണ് നിമിഷം. യേശുവെ നന്ദി, യേശുവെ സ്തുതി. യേശുവെ, നിങ്ങളുടെ കമൻസുകളും ഷെയറുകളും സബ്സ്ക്രൈബുകളും എല്ലാം സുവിശേഷ വേലയിൽ സപ്പോർട്ടാണ്. ഇത് കിട്ടാത്ത അനേകരിലേക്ക് പകർന്നു കൊടുക്കുക. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.